ഡൽഹിയിലെ വിവിധ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ്. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചയച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എല്ലാ വിദ്യാലയങ്ങൾക്കും ഭീഷണി സന്ദേശം ലഭിച്ചത് ഒരേ സമയത്താണ് എന്നും അറിയാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി, ഇത് ആരാണ് ഇത്തരത്തിൽ ഇമെയിൽ അയച്ചത് എന്നുള്ളതിൽ പ്രാഥമിക അന്വേഷണം പോലീസ് പൂർത്തിയായി കഴിഞ്ഞു. എന്താണ് മറ്റു വിവരങ്ങൾ? രോഹിണി, ഇന്ന് രാവിലെ രാജ്യ തലസ്ഥാനത്തെ ഏതാണ്ട് 40 സ്കൂളുകൾക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. ഡൽഹി പോലീസിനാണ് ഈ ഇമെയിൽ എത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ ബ്രിട്ടീഷ് സ്കൂൾ, അതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് സ്കൂൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്കൂളുകൾ, ധാരാളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു. ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. പക്ഷേ ഇതൊരു വ്യാജ ബോംബ് ഭീഷണി ആയിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ സ്കൂളുകളിലെല്ലാം ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും പരിശോധന നടത്തി. ഈ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. അതിനാൽ ഇത്തരം വ്യാജ ബോംബ് ഭീഷണികൾ ധാരാളമായി പല സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങൾക്കും, അടുത്ത കാലത്ത് വിമാനങ്ങൾക്കുമൊക്കെ എത്തുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ വളരെ സന്ദേശത്തെ സർക്കാർ കാണുന്നത്. പക്ഷേ ഇതൊരു വ്യാജ ബോംബ് ഭീഷണി ആണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്കൂളുകളിലെല്ലാം ഇന്നിപ്പോൾ വിദ്യാർത്ഥികളെ തിരികെ അയച്ചിട്ടുണ്ട്. രാവിലെ സ്കൂളിൽ കുട്ടികൾ എത്തിയതിനു ശേഷമാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. പക്ഷേ ഇപ്പോൾ തിരികെ സ്കൂൾ ഇന്നിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ തിരിച്ചയച്ചിരിക്കുകയാണ്.